ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഈ വർഷത്തെ കുട്ടികളുടെ ഒരു ഭാഗ്യവുമാണത്. ഇപ്പം കേരള അലോട്ട്മെൻറ്റിൽ അത് ഗവൺമെൻറ് മേഖലയാണെങ്കിലും സെൽഫ് ഫിനാൻസിങ് MBBSൽ നിൽക്കുന്നവർക്കാണെങ്കിലും ഓൾ ഇന്ത്യയുടെ 3ാം ഘട്ടത്തിലോട്ട് വേണമെങ്കിൽ ഓപ്ഷൻ കൊടുക്കാം. പക്ഷേ ഓൾ ഇന്ത്യയിൽ നിൽക്കുകയാണെങ്കിൽ കേരളത്തിലെ തേർഡിൽ പങ്കെടുക്കാൻ പറ്റില്ല. കാരണം കേരളത്തിൽ പങ്കെടുക്കാം, പക്ഷേ TC ഇഷ്യൂ ചെയ്യുകയല്ല. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു കുറേ അധികം വിദ്യാർത്ഥികൾക്കെങ്കിലും അബദ്ധങ്ങൾ പറ്റുന്ന അല്പം അശ്രദ്ധകൾ കൊണ്ട് അബദ്ധങ്ങൾ പറ്റാവുന്ന ഒരു മേഖലയാണ് 3ാം ഘട്ടം. 3ാം ഘട്ടത്തിൽ വെച്ചു എന്ന് വിചാരിച്ച് 2ാം ഘട്ടത്തിൽ കിട്ടിയ കോളേജൊന്നും നഷ്ടപ്പെടുകയല്ല. 3ാം ഘട്ടത്തിൽ പുതിയൊരു കോളേജ് കിട്ടിയാൽ 2ാം ഘട്ടത്തിൽ കിട്ടിയ കോളേജ് നഷ്ടപ്പെടും. കോളേജ് കിട്ടിയവരും കിട്ടാനുള്ളവരും 3ാം ഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത്. ഇനി നമുക്ക് മുമ്പിലൊരു അവസരമില്ല. മറ്റ് സാധ്യതകൾ, മറ്റ് സ്റ്റേറ്റിൻ്റെ സാധ്യതകൾ, മറ്റു കോഴ്സുകളുടെ സാധ്യതകളൊക്കെ എല്ലാവരും പയ്യെ നോക്കേണ്ട ഒരു സമയവുമായിട്ടുണ്ട്. 2025 എല്ലാവരും ധാരാളം പ്രവേശന പരീക്ഷകൾ എഴുതുന്നത് ഏറ്റവും നല്ലത് തന്നെയാണ്. പേരൻസും കൂടെ ശ്രദ്ധിച്ച് എല്ലാം തന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലത് തന്നെയാണ്. ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിൻ്റെ 113ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ. നമസ്തേ ശിവൻ സാർ, നമ്മുടെ വിദ്യാർത്ഥികൾ എല്ലാവരും ഏറ്റവും ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന കേരള 1-2 അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞു. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ തലത്തിലും ആദ്യ 1-2 അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു ഏറ്റവും നിർണായകമായ നീറ്റിൻ്റെ ഒരു ഘട്ടം തന്നെ കഴിഞ്ഞിരിക്കുന്നു. കാരണം നീറ്റിൻ്റെ സാധ്യതകൾ എന്തായിരുന്നു, നമ്മൾ നീറ്റ് പരീക്ഷയ്ക്ക് മുമ്പും അല്ലെ നീറ്റ് പരീക്ഷയ്ക്ക് ശേഷവും ഒക്കെ നമ്മൾ ഇത്ര മാർക്കായിരിക്കാം, ഇന്ന കാറ്റഗറിയൊക്കെ ആയിരിക്കാം എന്നൊക്കെ നമ്മൾ ഇതായിരിക്കാം രീതി എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിൻ്റെ ഏതാണ്ടൊരു 90% നമ്മൾ പറഞ്ഞിരുന്നത്. 90% നമ്മൾ പറഞ്ഞാൽ ഏതാണ്ട് ഇന്നതാണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് വ്യക്തമായൊരാഴ്ചയാണ് പിന്നിട്ടത്. ഇനി 3ാം ഘട്ടം 4ാം ഘട്ടം അവശേഷിക്കുന്നു. അതിൻ്റെ ചെറിയൊരു മാറ്റങ്ങളാണ് ഇനി നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ നമ്മൾ സാർ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ തന്നെ 3ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ 3ാം ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാമാണ്? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു കുറേ അധികം വിദ്യാർത്ഥികൾക്കെങ്കിലും അബദ്ധങ്ങൾ പറ്റുന്ന അല്പം അശ്രദ്ധകൾ കൊണ്ട് അബദ്ധങ്ങൾ പറ്റാവുന്ന ഒരു മേഖലയാണ് 3ാം ഘട്ടം. അത് കേരളമാണെങ്കിലും ഓൾ ഇന്ത്യ അലോട്ട്മെൻ്റ് ആണെങ്കിലും ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ സാധ്യതകൾ തീരുകയാണ്. അപ്പം അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ആദ്യമായിട്ട് കിട്ടുന്നവരും. അപ്പം അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഇപ്പം ഓൾ ഇന്ത്യയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം അവർ ഇനി അവർക്ക് പോകാൻ താല്പര്യമുള്ള ഏറ്റവും പരിചിതമായ കോളേജ് മാത്രമേ അവരുടെ ഓപ്ഷനിൽ വെക്കാവുള്ളൂ 3ാം ഘട്ടത്തിൽ. ഓൾ ഇന്ത്യ 2ാം ഘട്ടത്തിൽ വരെ നിൽക്കുന്നവർക്ക് ഓൾ ഇന്ത്യ 3ാം ഘട്ടം വെക്കാം. പക്ഷേ ഓൾ ഇന്ത്യ 3ാം ഘട്ടത്തിൽ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾക്ക് നിൽക്കുന്നതിനേക്കാളും നല്ലതും ഏറ്റവും പരിചിതവുമായിരിക്കണം. പരിചയമില്ലാത്ത കുറേ കോളേജ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നിൽക്കുന്നതിനേക്കാളും നമുക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും തിരിച്ചു വരാനാവില്ല. 3ാം ഘട്ടത്തിൽ വെച്ചു എന്ന് വിചാരിച്ച് 2ാം ഘട്ടത്തിൽ കിട്ടിയ കോളേജൊന്നും നഷ്ടപ്പെടുകയല്ല. 3ാം ഘട്ടത്തിൽ പുതിയൊരു കോളേജ് കിട്ടിയാൽ 2ാം ഘട്ടത്തിൽ കിട്ടിയ കോളേജ് നഷ്ടപ്പെടും. അതുകൊണ്ട് ചിലപ്പോൾ കോഴ്സുകൾ മാറിപ്പോവും. MBBSന് വരെ BDS ഒക്കെ അറിയാതെ വെക്കുക, അല്ലെങ്കിൽ BSc നേഴ്സിംഗ് ഒക്കെ അറിയാതെ അങ്ങനെ വെക്കുകയും അങ്ങനെ 3ാം ഘട്ടത്തിൽ നമ്മൾ അറിയാതെയെങ്കിലും മറ്റു കോഴ്സ് വെക്കുകയും ഒരലോട്ട്മെൻറ്റ് കിട്ടുകയും ചെയ്താൽ 2ാം ഘട്ടത്തിൽ നമുക്ക് നിലവിലുള്ളത് നഷ്ടപ്പെടും. ഒരു കാരണവശാലും തിരിച്ച് 2ാം ഘട്ടത്തിലോട്ട് പോരാനാവില്ല. 4ാം ഘട്ടത്തിൽ സ്ട്രേ വേക്കൻസിയിൽ പരിഗണിക്കുകയുമില്ല. അതുകൊണ്ട് 100% കോൺഫിഡൻ്റ് ആയിട്ട് അവനവൻ ശ്രദ്ധിച്ച് അത് മറ്റൊരാളെയും കൂടെ കാണിച്ചുകൊണ്ട് മാത്രമേ ഓപ്ഷൻ കൺഫർമേഷനിലേക്ക് പോകാവുള്ളൂ. ഓൾ ഇന്ത്യ ആണെങ്കിലും കേരളയാണെങ്കിലും. ഇനി പുതിയതായിട്ട് കിട്ടുന്ന ആളെ സംബന്ധിച്ചുള്ള അത് തന്നെയാണ്. പുതിയ ആൾക്ക് ഒരു കോളേജ് കിട്ടി, അയ്യോ ഞാൻ ഈ കോളേജ് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ സ്ട്രേ വേക്കൻസിയിൽ സാധ്യതയില്ല. അതുകൊണ്ട് പുതിയതായിട്ട് കിട്ടുന്ന ഒരാളെ സംബന്ധിച്ചോളം നീറ്റ് 2025 വേണം ശ്രദ്ധിക്കാമെന്ന് വിചാരിക്കുക. പക്ഷേ നീറ്റ് 2024 സാധ്യതകൾ അവിടെ തീരും. അതുകൊണ്ട് കോളേജ് കിട്ടിയവരും കിട്ടാനുള്ളവരും 3ാം ഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത്. ഇനി നമുക്ക് മുമ്പിലൊരു അവസരമില്ല. കിട്ടിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, 2ാം ഘട്ടത്തിൽ കിട്ടിയ കോളേജ് നിലനിൽക്കും. ഇനി ഒരു സീറ്റ് ഇപ്പോൾ കിട്ടിയിട്ടില്ല, 3ാം ഘട്ടത്തിൽ ഒരു സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിലോ സ്ട്രേ വേക്കൻസിയിൽ വീണ്ടും നമുക്ക് സാധ്യതയുണ്ട്. പക്ഷേ 3ാം ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്നവരെ സംബന്ധിച്ചോളാണ് അവർക്ക് ഏറ്റവും നല്ലതായിരിക്കണം കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ശ്രദ്ധ തീർച്ചയായിട്ടും വെച്ച് പുലർത്തേണ്ടതാണ്. സാർ, ഇപ്പോൾ ഒരു MBBS സീറ്റ് എന്ന സ്വപ്നവുമായി നമ്മുടെ ബ്രില്യനിലേക്ക് കടന്നു വന്നു, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമൊക്കെ ഉടനീളം കാണുന്ന ഒരുപാട് വിദ്യാർത്ഥികളും മാതാപിതാക്കളുമുണ്ട്. അപ്പോൾ അവരെ ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഈ ഒരു 3ാമത്തെ അലോട്ട്മെൻറ്റിലേക്ക് പ്രവേശിക്കുമ്പോഴെങ്കിലും ഞങ്ങൾക്കൊരു MBBS സീറ്റ് ലഭിക്കാനുള്ള സാധ്യത എത്രത്തോളമാണെന്നുള്ളതാണ്. തീർച്ചയായിട്ടും. കാരണം ഇതുവരെയും നമുക്ക് കുറേയധികം കാറ്റഗറികളെ നമ്മൾ പരിഗണിക്കുമ്പോൾ ആദ്യം നമുക്ക് പരിഗണിക്കേണ്ടത്
ഇതുവരെ ഒരു സീറ്റും കിട്ടിയിട്ടില്ല. MBBS കിട്ടിയിട്ടില്ല, BDS കിട്ടിയിട്ടില്ല, BSc നേഴ്സിംഗ് കിട്ടിയിട്ടില്ല. അത് ഗവൺമെൻറ് മേഖലയാകാം, ഡീംഡ് മേഖലയായിരിക്കാം, ESI മേഖലയായിരിക്കാം, അല്ലെങ്കിൽ എയിംസ് ആയിരിക്കാം, എന്തെങ്കിലും ആയിരിക്കട്ടെ. അവർക്ക് അവരുടെ താല്പര്യത്തിനനുസരിച്ച് എവിടെയെങ്കിലും ഒരു അഡ്മിഷൻ കിട്ടിയാൽ മതി. അവർ മൂന്നാം ഘട്ടത്തിനെ സമീപിക്കുമ്പോൾ ഇനി നമുക്ക് വേർതിരിവുകളൊന്നുമില്ല, മാക്സിമം ഓപ്ഷൻ വെക്കണം. കാരണം ഏതാണ്ട് എല്ലാ കാറ്റഗറിയും ഉൾപ്പെടെ എല്ലാം ഉൾപ്പെടെ ഒരു 2300ഓളം വേക്കൻസികളൊക്കെ ആയിരിക്കും സാധാരണ മൂന്നാം ഘട്ടത്തിൽ വരാറുള്ളത്. അപ്പം ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് MBBS സീറ്റാണ് വേണ്ടത്, എല്ലാ ഓപ്ഷൻസും വെക്കുക, കിട്ടുന്ന കോളേജുകളിൽ പോയി പഠിക്കുക. കാരണം ഗവൺമെൻറ് ആണ്, യാതൊരു തരത്തിലും പ്രോബ്ലം ഇല്ല. പോയി പഠിക്കുക, അവിടെ 5.5 വർഷം പഠിക്കുക. ഒരു ഡീംഡ് MBBS ആണ്, മിനിമം മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഡീംഡ് കോളേജുകളാണ് നോക്കിയത്. ഡീംഡിൻ്റെ മാക്സിമം ഓപ്ഷൻസ് വെക്കുക, പോകാവുന്ന പൈസയും കൂടെ നോക്കണം, അതനുസരിച്ച് മാക്സിമം ഡീംഡിൻ്റെ ഓപ്ഷൻ വെക്കണം, കിട്ടുന്നത് പഠിക്കുക. BDSും അതുപോലെ തന്നെ, BSc നേഴ്സിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ, ESI ആണെങ്കിലും അതുപോലെ തന്നെ. ഇനി നമുക്ക് മറ്റ് നോക്കാനൊന്നുമില്ല, മാക്സിമം ഓപ്ഷൻ വെക്കുക. ഇത് ഏത് കാറ്റഗറിക്കാരാണ്? ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല, ഇനി എവിടെയെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ളവർ മാക്സിമം ഓപ്ഷൻ മൂന്നാം ഘട്ടത്തിൽ വെക്കണം. മൂന്നാം ഘട്ടത്തിൽ എങ്ങനെയെങ്കിലും ഒരു സീറ്റ് കിട്ടാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യണം. അപ്പം ഈ നമ്മുടെ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലുങ്കാന ഒക്കെ സീറ്റുകൾ ഒഴിവുണ്ടാവും. അതെല്ലാം അവരുടെ പ്രയോറിറ്റി അനുസരിച്ച്, ഇവിടെയും റാങ്കിന് തന്നെയാണ് പ്രയോറിറ്റി, റാങ്ക് അനുസരിച്ച് തന്നെയാണ്, ഓപ്ഷന് യാതൊരു പ്രയോറിറ്റി ഇല്ല. നല്ല കോളേജുകളുടെ മുൻപത്തെ 2 അലോട്ട്മെൻറ്റിൽ എങ്ങനെയൊക്കെയാണോ പോയി അതിൻ്റെ റാങ്കൊക്കെ പരിഗണിച്ച് നമുക്ക് പോകാവുന്ന സ്ഥലങ്ങളൊക്കെ നോക്കി, ഫീസൊക്കെ നോക്കി, കൃത്യമായിട്ടും കോളേജുകളുടെ നല്ലൊരു പ്രിഫറൻസ് ഓർഡർ ഉണ്ടാക്കി മാക്സിമം ഓപ്ഷൻ കൊടുക്കുകയാണ് മൂന്നാമത്തെ ഘട്ടത്തിൽ ചെയ്യേണ്ടത്. സാർ, ഇപ്പോൾ ചില വിദ്യാർത്ഥികളൊക്കെ പറഞ്ഞേക്കാം നമ്മുടെ തൊട്ടടുത്ത സ്റ്റേറ്റ് ആയിട്ടുള്ള തമിഴ്നാട് അല്ലെങ്കിൽ കർണാടകയിലൊക്കെ കിട്ടിയാൽ ഞങ്ങൾ MBBSന് പോകാമെന്ന് ഉറപ്പിച്ചിരിക്കുന്ന ചില വിദ്യാർത്ഥികൾ, പല പല കൺസേൺസ് കാണും. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഇപ്പോൾ എന്താണ് ചെയ്യുക, എവിടെയാണ് അവരുടെ തീരുമാനം അവർ ലോക്ക് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ആ ഒരു കാറ്റഗറിക്കാരാണ് അടുത്ത സെക്ഷനിലുള്ളത്. അവർക്ക് നമുക്കറിയാം, നമ്മൾ പറഞ്ഞാൽ ഈ വേക്കൻസികളൊക്കെ അവർ നോക്കുക, ക്ലിയർ വേക്കൻസിയും വെർച്വൽ വേക്കൻസിയും ഒക്കെ നോക്കിയിട്ട് ഈ മൂന്നാം ഘട്ടത്തിൽ നമ്മൾ കണ്ണുടച്ചെല്ലാം വെച്ചാൽ എന്താ സംഭവിക്കുക? നമുക്ക് സ്ട്രേ വേക്കൻസി നമ്മളെ പരിഗണിക്കാതെ പോകും. അതല്ല, എനിക്ക് തമിഴ്നാട് മാത്രമേ ഞാൻ പോകുന്നുള്ളെങ്കിൽ മൂന്നാം ഘട്ടത്തിൽ അത് മാത്രം വെക്കുക. എന്നിട്ട് ഇതൊന്നുമല്ല, നമുക്ക് തമിഴ്നാട് കിട്ടാനുള്ള സാഹചര്യമൊന്നും ഇല്ലെങ്കിൽ 4ാം ഘട്ട സ്ട്രേ വേക്കൻസിയിൽ നമ്മൾ ഈ മുമ്പ് പറഞ്ഞ പോലെ കണ്ണുടച്ചെല്ലാം വെക്കാം, നമുക്ക് അവിടെ പഠിക്കുകയും ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പരിഗണനകൾ ഉണ്ടെങ്കിൽ, കൺസേൺസ് ഉണ്ടെങ്കിൽ, തമിഴ്നാടെന്നോ കർണാടകന്നോ ആന്ധ്രന്നോ തെലുങ്കാന എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ പരിമിതമായ കോളേജ് വെക്കുക, നല്ല പോകാൻ സൗകര്യമുള്ള കോളേജുകൾ മാത്രം വെക്കുക. എന്നിട്ട് സ്ട്രേ വേക്കൻസിയിൽ മാക്സിമം ഓപ്ഷൻസ് അവിടെ കൊടുക്കുക. പക്ഷേ അപ്പോൾ അവിടെ സാധ്യത എന്തായി? മിച്ചമുള്ള സീറ്റുകൾ മാത്രമേ നമുക്ക് സ്ട്രേ വേക്കൻസിയിൽ കിട്ടുകയുള്ളൂ. നല്ലത് ഏതാണ്? എല്ലാം മൂന്നാമത്തെ റൗണ്ടിൽ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നല്ല തീരുമാനം. മാക്സിമം ഓപ്ഷൻസ് 3ാം റൗണ്ടിൽ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നല്ല തീരുമാനം. പക്ഷേ നമുക്ക് നല്ല കോളേജുകൾ വേണം, നമ്മളുടെ അടുത്ത് വേണം, നമ്മുടെ യാത്രാ സൗകര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഘട്ടത്തിലെല്ലാം കൊടുക്കരുത്, പകരം സ്ട്രേ വേക്കൻസിയിലെല്ലാം കൊടുക്കുക. അതായിരിക്കും നല്ല തീരുമാനം. അതാണ് ഈ 2 ഇത് തമ്മിലുള്ള വ്യത്യാസം. സാർ, ഇപ്പോൾ ആഗ്രഹിച്ചൊരു MBBS സീറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ, ഓൾ ഇന്ത്യ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ലഭിച്ച ചില വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവർ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിനെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? നമുക്കിപ്പോൾ പലർക്കും സംശയമുണ്ട്, തേർഡ് അലോട്ട്മെൻറ്റിൽ ആർക്കൊക്കെ പങ്കെടുക്കാം, ആർക്കൊക്കെയാണ് അതിന് എലിജിബിലിറ്റി ഉള്ളതെന്നുള്ളത്. ഓൾ ഇന്ത്യ സെക്കൻഡിൽ MBBS, BDS, BSc നേഴ്സിംഗ് അല്ലെ ഡീംഡ് ഏത് മേഖലയിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും വില്ലിങ്നെസ് എസ് ആണെങ്കിൽ അവർക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. ചില വിദ്യാർത്ഥികൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് സെക്കൻഡിലോട്ട് കോളേജ് കിട്ടിയിട്ടില്ല, അവർക്ക് 3ാമത്തെ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. ഇനി പുതിയതായിട്ടുള്ളവർക്കും പങ്കെടുക്കാം. അപ്പം വില്ലിങ്നെസ് ഫ്രീസ് ചെയ്യാത്തവരത്തോളം കാലം, വില്ലിങ്നെസ് നിലവിൽ 1ാം ഘട്ടത്തിലോ 2ാം ഘട്ടത്തിലോ ഉള്ള എല്ലാവർക്കും 3ാം ഘട്ടത്തിൽ പങ്കെടുക്കാം. അതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന കോളേജിനേക്കാളും നല്ലത് മാത്രമേ വെക്കാവുള്ളൂ. ആ കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് അങ്ങോട്ട് മാറണം. 2ാം ഘട്ടത്തിലോ ആദ്യ ഘട്ടത്തിലോ കിട്ടിയ കോളേജ് നഷ്ടപ്പെടും, ഒരു കാരണവശാലും അങ്ങോട്ട് മാറ്റില്ല. അപ്പോൾ അഡ്മിഷൻ കിട്ടിയ വിദ്യകൾ അതിനേക്കാളും നല്ലത് മാത്രം എല്ലാവർക്കും കൊടുക്കാം. സെക്കൻഡിലോ ഫസ്റ്റിലോ അഡ്മിഷൻ എടുത്ത് നിൽക്കുന്ന എല്ലാവർക്കും തേർഡ് അലോട്ട്മെൻറ്റിൽ കൊടുക്കാം. തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടുകയാണെങ്കിൽ മാറുകയും ചെയ്യാം. അതായിരിക്കും ഏറ്റവും നല്ലൊരു തീരുമാനവും. സാർ, ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു MBBS സീറ്റ് കിട്ടിയ ഒരു വിദ്യാർത്ഥിക്ക് ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു ഓൾ ഇന്ത്യ തലത്തിൽ വരുന്ന 3ാം ഘട്ട അലോട്ട്മെൻറ്റിലേക്ക് മാറാനൊക്കെ സാധിക്കും. ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഈ വർഷത്തെ കുട്ടികളുടെ ഒരു ഭാഗ്യവുമാണത്. ഇപ്പം കേരള അലോട്ട്മെൻറ്റിൽ അത് ഗവൺമെൻറ് മേഖലയാണെങ്കിലും സെൽഫ് ഫിനാൻസിങ് MBBSൽ നിൽക്കുന്നവർക്കാണെങ്കിലും ഓൾ ഇന്ത്യയുടെ 3ാം ഘട്ടത്തിലോട്ടും വേണമെങ്കിൽ ഓപ്ഷൻ കൊടുക്കാം. എന്നിട്ട് കിട്ടുവാണെങ്കിൽ മാറാൻ അനുവദിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ സംസാരിച്ച മറ്റൊരു കാറ്റഗറിക്കാരാണ് അവർ. കേരളത്തിൽ നിന്ന്
കേരളത്തിൽ നിൽക്കുന്ന ഒരു കോളേജിനേക്കാളും കേരളത്തിലെ തന്നെ ഒരു കോളേജോ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ തലത്തിലുള്ളൊരു കോളേജിലോട്ടോ വേണമെങ്കിൽ ഓൾ ഇന്ത്യയുടെ 3-ാം ഘട്ടത്തിൽ ഓപ്ഷൻ കൊടുക്കാം. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് ടി സി ഇഷ്യൂ ചെയ്യും, ഓൾ ഇന്ത്യയിലോട്ട് മാറാൻ അനുവദിക്കും. പക്ഷേ ഓൾ ഇന്ത്യയിൽ നിൽക്കുകയാണെങ്കിൽ കേരളത്തിലെ തേർഡിൽ പങ്കെടുക്കാൻ പറ്റില്ല. കാരണം കേരളത്തിൽ പങ്കെടുക്കാം, പക്ഷേ ടി സി ഇഷ്യൂ ചെയ്യുകയല്ല. അതിപ്പോൾ ഒരു ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൽ സെക്കൻഡ് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ തേർഡിൽ പോയി ചേർന്നു, അത് കഴിഞ്ഞിട്ട് കേരളത്തിലോട്ട് വരാൻ ഒരു കാരണവശാലും ടി സി ഇഷ്യൂ ചെയ്യില്ല. അപ്പോൾ ഓൾ ഇന്ത്യ ടു കേരള ഒരു കാരണവശാലും നടക്കില്ല. പക്ഷേ കേരളത്തിൻ്റെ സെക്കൻഡിൽ നിന്ന് വേണമെങ്കിൽ ഓൾ ഇന്ത്യയുടെ തേർഡിൽ, അപ്പോൾ ഇവിടെ സെൽഫ് ഫിനാൻസിങ്ങിലൊക്കെ നിൽക്കുന്നവർക്ക് ഓൾ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഗവൺമെൻറ് സീറ്റ് വേണമെങ്കിൽ കൊടുത്തിട്ട് കിട്ടുവാണെങ്കിൽ വേണേൽ മാറാം. അതൊരു സാധ്യത തന്നെയാണ്. പിന്നെ നമുക്കറിയാം, നമുക്ക് ഇപ്പോൾ ഓൾ ഇന്ത്യയിൽ സെക്കൻഡിൽ പങ്കെടുത്തിട്ട് പോകാത്ത വ്യക്തികളുണ്ട്. അപ്പോൾ അവരുടെ രജിസ്ട്രേഷൻ ഫീസ് പോയെന്ന് മാത്രമേ ഉള്ളൂ. അവർ രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലോട്ട് മടങ്ങി വന്നായിരുന്നു. ഓൾ ഇന്ത്യയുടെ സെക്കൻഡിൽ അഡ്മിഷൻ എടുത്ത വ്യക്തികളുമുണ്ട്. അവർക്ക് ക്വിറ്റ് ചെയ്യാൻ ഒരു അവസരം കൊടുത്തായിരുന്നു. അപ്പോൾ അവരവരുടെ രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് കേരള അലോട്ട്മെൻറ്റിൽ വന്ന് ചേർന്നു. അവർക്ക് വേണമെങ്കിൽ വീണ്ടും ഫീസ് അടച്ച് ഓൾ ഇന്ത്യയിൽ ചേരാം. അവർ കേരളത്തിലെടുത്ത് നിൽക്കുകയാണ്, എന്നാൽ അവർക്കും വേണമെങ്കിൽ ഒരു ചാൻസും കൂടെ ഓൾ ഇന്ത്യയിൽ നോക്കുകയും ചെയ്യാം. അപ്പം ഈ ഒരു അലോട്ട്മെൻറ്റിൻ്റെ പ്രോസസ്സ് വളരെ വ്യക്തമായിട്ട് ഓൾ ഇന്ത്യയുടെയും കേരളയും നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കുക. കഴിഞ്ഞ വർഷങ്ങളിൽ ഏത് രീതിയിലാണ് നടന്നതെന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ വർഷം MCC അലോട്ട്മെൻറ്റ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഒന്നാമത് സമയം ഒത്തിരി താമസിച്ചു. ഇപ്പോൾ ക്ലാസ് ആദ്യം ഒക്ടോബർ 1 തുടങ്ങുമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ക്ലാസ് ഒക്ടോബർ 14 മാറ്റി. ഇനിയിപ്പം എത്രയും പെട്ടെന്ന് ക്ലാസ് തുടങ്ങിയേ പറ്റുള്ളൂ. അതുകൊണ്ട് 3-ാം തീയതി തന്നെ, ഇപ്പോൾ ഒക്ടോബർ 3-ാം തീയതി തൊട്ട് 3-ാം ഘട്ട അലോട്ട്മെൻറ്റ് തുടങ്ങും. 4-ാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്കും വേക്കൻസികൾ ലിസ്റ്റ് ചെയ്യും. അപ്പോൾ അതനുസരിച്ച് ഓൾ ഇന്ത്യയുടെ സെക്കൻഡിൽ നിൽക്കുന്നവർക്കോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ സെക്കൻഡിൽ നിൽക്കുന്നവർക്കോ ഒരു അലോട്ട്മെൻറ്റും കിട്ടാത്തവരൊക്കെ ഓൾ ഇന്ത്യയുടെ തേർഡിനെ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് സീറ്റ് കിട്ടാൻ, അത് MBBS BDS BSc നഴ്സിങ്ങോ ESI ഡീംഡോ ഏത് മേഖലയാണെങ്കിലും അവർക്ക് ഓൾ ഇന്ത്യയുടെ തേർഡിനെ അപ്രോച്ച് ചെയ്യാം. പക്ഷേ ഓൾ ഇന്ത്യയിൽ നിൽക്കുന്ന ഒരാൾക്ക് കേരളത്തിലോട്ട് തിരിച്ചു വരാനായിട്ട് ഒക്ടോബർ 1 ശേഷം സാധ്യത കുറവ് തന്നെയാണ്. കാരണം TC ഇഷ്യൂ ചെയ്യാറില്ല. സാർ, ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു സെൽഫ് ഫിനാൻസിങ് സീറ്റിൽ നിന്ന് ഇപ്പോൾ ഗവൺമെൻറ് സീറ്റ് നമ്മുടെ ഒരു തേർഡ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ ഒക്കെ കിട്ടിയ വിദ്യാർത്ഥികൾ ഒരുപക്ഷെ അവർ മാറാൻ ശ്രമിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ആദ്യം വരുന്നൊരു ചിന്ത അവരവിടെ അടച്ച പണം തീർച്ചയായിട്ടും. കാരണം ഏതാണ്ട് 10 ലക്ഷത്തിനടുത്ത് കേരളത്തിലൊരു സെൽഫ് ഫിനാൻസിങ് MBBSൽ അടച്ചവരാണ് എല്ലാവരും. അതെ. അപ്പോൾ അത്തരം സാഹചര്യങ്ങളുടെയൊക്കെ ഒരു സാറിൻ്റെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? ഇപ്പോൾ നമുക്ക് കേരളത്തിലെ ഒരു സെൽഫ് ഫിനാൻസിങ് നിൽക്കുകയും ഇനി ഓൾ ഇന്ത്യയിലോട്ടൊരു മാറ്റം വരികയും എത്രത്തോളം രൂപ നമുക്ക് നഷ്ടപ്പെടാനുള്ള സാഹചര്യമുണ്ട്. ഏറ്റവും തോന്നുന്നു, എനിക്ക് തോന്നുന്നു, ആ എൻട്രൻസ് കമ്മീഷൻ പേരിൽ അടച്ചിരിക്കുന്ന 1 ലക്ഷം രൂപ അത് നഷ്ടപ്പെടാനുള്ള സാഹചര്യമേ ഉള്ളൂ. വലിയ ട്യൂഷൻ ഫീസ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് പോകേണ്ട സാഹചര്യമില്ല. അതും കഴിഞ്ഞു കഴിഞ്ഞാലാണ് പിന്നെ നമുക്ക് പൈസ എല്ലാം നഷ്ടപ്പെടുക, അല്ലെങ്കിൽ നമുക്ക് TC ഒന്നും ഇഷ്യൂ ചെയ്യാതെ പ്രശ്നം വരുന്നത്. അതുകൊണ്ട് വലിയൊരു നഷ്ടമില്ലാതെ തന്നെ നമുക്ക് ഓൾ ഇന്ത്യയുടെ തേർഡിൽ വേണമെങ്കിൽ ഓപ്ഷൻ കൊടുക്കാനുള്ള സാഹചര്യം ഈ വർഷമുണ്ട്. അതുകൊണ്ട് തന്നെ അലൈഡ് കോഴ്സുകളാണെങ്കിലും ഇപ്പോൾ കേരളത്തിൻ്റെ അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദമൊക്കെ നിൽക്കുന്നവർക്ക് ഇന്ത്യയിൽ എവിടെയെങ്കിലും MBBS BDS അല്ലെങ്കിൽ BSc നഴ്സിങ്ങോ ഡീംഡ് മേഖലയൊക്കെ നോക്കണമെങ്കിലും ആ രജിസ്ട്രേഷൻ ഫീസ് മാത്രം നഷ്ടപ്പെടുത്തിക്കൊണ്ട് വേണമെങ്കിൽ ഓൾ ഇന്ത്യയുടെ സാധ്യതകൾ നോക്കാം. സാർ, ഇപ്പോൾ നമ്മുടെ കേരള അലോട്ട്മെൻറ്റിൻ്റെ തേർഡ് അലോട്ട്മെൻറ്റ് വരികയാണ്. ഇപ്പോൾ ഓൾ ഇന്ത്യയുടെ അലോട്ട്മെൻറ്റിൻ്റെ തേർഡിലെ സാധ്യതകളൊക്കെ സാർ പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർ അറിയാൻ ആഗ്രഹിക്കുക കേരളത്തിൻ്റെ 3-ാം ഘട്ട അലോട്ട്മെൻറ്റിനെ കുറിച്ചും കൂടെയാണ്. അതൊന്ന് വിശദമാക്കാം. കേരളത്തിൻ്റെ 3-ാം ഘട്ട അലോട്ട്മെൻറ്റ് ഏതാണ്ട് ഒരു ഒക്ടോബർ 10 കൂടിയൊക്കെ ആരംഭിക്കുകയും 18 അലോട്ട്മെൻറ്റ് വരികയൊക്കെ ചെയ്യുന്നൊരു രീതിയിലായിരിക്കും ക്രമീകരിക്കാൻ സാധ്യത. ഒരുപക്ഷെ കേരളത്തിൻ്റെ ഈ 14-ാം തീയതി NEET 2024 അനുസരിച്ച് MBBSൻ്റെ ക്ലാസ്സുകളൊക്കെ ഒക്ടോബർ 14 ആരംഭിക്കും. അതിനുശേഷമായിരിക്കും കേരളത്തിൻ്റെ 3-ാം ഘട്ട അലോട്ട്മെൻറ്റ് റിസൾട്ട് വരുന്നത്. ഏതാണ്ട് 10-ാം തീയതിയോടുകൂടിയൊക്കെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിക്കുകയും ചെയ്യും. കേരളത്തിൻ്റെ ഗവൺമെൻറ് മേഖലയിൽ ഇനിയൊരു വലിയ മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോൾ 894 മെറിറ്റ് തീർന്നിരിക്കുന്നത്. ഈഴവ റിസർവേഷൻ 2057 വരെ വന്നിട്ടുണ്ട്. മുസ്ലിം റിസർവേഷൻ 1200 വരെ വന്നിട്ടുണ്ട്. വിവിധ കാറ്റഗറിക്ക് അനുസരിച്ചൊക്കെ സീറ്റുകൾ കിട്ടിയിട്ടുണ്ട്. ഇനിയൊരു വലിയ മാറ്റം കേരള അലോട്ട്മെൻറ്റ് വഴി നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ചെറിയൊരു മാറ്റം, ഇപ്പോൾ 894 എന്നുള്ളതൊരു 920 ചെറിയൊരു മാറ്റം കേരളത്തിലുണ്ടായേക്കാം എന്നല്ലാതെ ഒരു വലിയ മാറ്റം നമുക്ക് കേരളത്തിൽ പ്രതീക്ഷിക്കാനാവില്ല. കുട്ടികൾ അവരവരുടെ നിൽക്കുന്ന കോളേജിനേക്കാളും വലിയൊരു മാറ്റം കേരളത്തിൽ സംഭവിക്കുമെന്ന് വിചാരിച്ച് നിൽക്കരുത്. ഓൾ ഇന്ത്യയുടെ സാധ്യതയും കൂടെ വേണമെങ്കിൽ നോക്കിക്കോണം, കിട്ടുന്ന എന്തെങ്കിലും ഒരു സാധ്യതകൾ ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ പഠിച്ച കോളേജിൽ തന്നെ, ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ തന്നെ തുടരാനായിരിക്കും കൂടുതൽ സാധ്യത. അതുതന്നെയായിരിക്കും കേരളത്തിൻ്റെ സെൽഫ് ഫിനാൻസിങ് മേഖലയിലും. ഇത്തവണ 20 കോളേജുകൾ വന്നു. ഇത്തവണത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഒരു പക്ഷേ നമ്മളൊക്കെ തന്നെ പറഞ്ഞതുകൊണ്ടൊക്കെ അങ്ങനെ എന്തായാലും കേരളത്തിലെ കോളേജുകളോട് കുട്ടികൾ കൂടുതൽ കാണിച്ച ഒരു പ്രിയം
അതായത് കേരളത്തിൽ 20 സെൽഫ് ഫിനാൻസിങ് കോളേജുകളുണ്ട്. നമ്മൾ എപ്പോഴും എല്ലാ എപ്പിസോഡുകളിലും അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ സാറന്മാരാണെങ്കിലും നമ്മളാണെങ്കിലും പറയുന്നത് കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് മേഖലയിലുള്ള കോളേജുകളുടെ ഒരു അക്കാഡമിക് മേന്മ. കാരണം പലപ്പോഴൊക്കെ മുൻ വർഷങ്ങളിലൊക്കെ കേരളത്തിലെ പല കോളേജുകളും കുട്ടികൾ അഡ്മിഷൻ എടുക്കാതെ മറ്റ് സ്റ്റേറ്റുകളിലോട്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. ഈ വർഷം അങ്ങനെയല്ല. കേരളത്തിലെ 20 കോളേജുകളും കുട്ടികൾ അഡ്മിഷൻ കിട്ടി എല്ലാവരും 99% പേരും കേരളത്തിൽ അഡ്മിഷൻ കിട്ടിയ കോളേജിൽ അഡ്മിഷൻ എടുത്തു. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതിയ കോളേജ് വന്നു. ഒരു കോളേജിൽ 100 സീറ്റ് കൂടി, അങ്ങനെ മൊത്തം 250 സീറ്റ് കൂടിയിട്ടും 10,000 വരെ, അതായത് 9,600 വരെയുള്ളവർക്ക് മെറിറ്റ് കിട്ടിയെന്ന് വെച്ചാൽ എല്ലാ കോളേജുകളിലും കുട്ടികൾ ചേർന്നു. സെൽഫ് ഫിനാൻസിങ് മേഖല കുറേയധികം പേർക്ക് സെൽഫ് ഫിനാൻസിങ് മേഖലകൾ മോശമാണെന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. സെൽഫ് ഫിനാൻസിങ് MBBSന് പോവില്ലായിരുന്നു. പക്ഷേ ഈ വർഷം അങ്ങനെയല്ല. അലോട്ട്മെൻറ്റ് കിട്ടിയ എല്ലാവരും തന്നെ സെൽഫ് ഫിനാൻസിങ് MBBS കേരളത്തിൽ എടുക്കുന്ന കാഴ്ചയാണ് ഈ വർഷം നമുക്ക് കാണാൻ സാധിച്ചത്. അതൊരു വലിയ പ്രത്യേകതയാണ് ഈ വർഷത്തെ. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ കോട്ട വഴി തന്നെ കേരളത്തിലെ ഗവൺമെൻറ് സീറ്റുകൾ എടുക്കുകയും കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ റാസ്റ്റ് റാങ്ക് കൂടി വരാനുള്ളൊരു സഹായമൊക്കെ ആയിട്ടുണ്ട്. ഒത്തിരി വ്യക്തികൾ നമ്മൾ പറഞ്ഞതനുസരിച്ചും അല്ലാതെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചും ഒക്കെ ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് കേരളത്തിലെ കോളേജുകൾ എടുക്കുകയും കേരളത്തിലെ കുട്ടികൾക്കത് വലിയ ആശ്വാസമാവുകയും ചെയ്തു. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്കിനേക്കാളും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ തന്നെ നമ്മുടെ റാങ്ക് കൂടി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പം ആ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇനി സെൽഫ് ഫിനാൻസിങ് മേഖലയിൽ ഇനിയൊരു പുതിയ കോളേജ് വരികയാണെങ്കിൽ മാത്രമേ വലിയൊരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. ഇല്ലെങ്കിൽ കേരളത്തിൻ്റെ ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലും ചെറിയൊരു മാറ്റങ്ങൾ മാത്രമേ തേർഡ് റൗണ്ടിലും ഫോർത്ത് റൗണ്ടിലും വരികയുള്ളൂ. മറ്റ് സാധ്യതകൾ, മറ്റ് സ്റ്റേറ്റിൻ്റെ സാധ്യതകൾ, മറ്റ് കോഴ്സുകളുടെ സാധ്യതകളൊക്കെ എല്ലാവരും പയ്യെ നോക്കേണ്ട ഒരു സമയവുമായിട്ടുണ്ട്. കേരളത്തിൻ്റെ തേർഡ് അലോട്ട്മെൻറ്റിൽ എല്ലാവർക്കും പങ്കെടുക്കാം. അപ്പം തേർഡ് അലോട്ട്മെൻറ്റിൽ ഇപ്പം എല്ലാവർക്കും കൺഫേം ചെയ്യാം. ഇപ്പം കേരളത്തിൻ്റെ ഗവൺമെൻറ് മേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും അവരവർക്ക് നിൽക്കുന്ന ഓപ്ഷന് മുകളിലുള്ള ഹയർ ഓപ്ഷൻസ് മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ഓൾ ഇന്ത്യയുടെ തേർഡിൽ പുതിയതായിട്ട് ഓപ്ഷൻ വെക്കുക ചെയ്യുന്നത്. പക്ഷേ കേരളത്തിൻ്റെ തേർഡിൽ നിൽക്കുന്ന സീറ്റിനേക്കാളും മുകളിൽ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ ഓപ്ഷനെ നമുക്ക് കൺഫേം ആക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ. രണ്ടാം ഘട്ടത്തിലെ പോലെ തന്നെ പുതിയതായിട്ടൊരു കോളേജ് ആഡ് ചെയ്യാനായിട്ട് മുൻപുണ്ടായിരുന്നത്, പുതിയൊരു കോളേജ് വർക്കല വരികയാണെങ്കിൽ ആഡ് ചെയ്യാം. അതല്ലാതെ മുമ്പുണ്ടായിരുന്ന ഓരോ ഓപ്ഷനെയും ആഡ് ചെയ്യാൻ കേരളത്തിൻ്റെ തേർഡ് അലോട്ട്മെൻറ്റിൽ അനുവദിക്കുകയില്ല. നിലവിലുള്ള സീറ്റ് കാണിക്കും. ആ സീറ്റിനേക്കാളും നമ്മൾ മുകളിൽ ഉണ്ടായിരുന്ന ഓപ്ഷൻസ് കാണിച്ചു തരും. ആ ഓപ്ഷൻസ് എല്ലാം വേണേൽ ഡിലീറ്റ് ചെയ്യാം. ഇനി വേണ്ട, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയത് മതി എന്നുണ്ടെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിൽ നമ്മൾ ലോഗിൻ ചെയ്ത് കയറിയിട്ട് ഓപ്ഷൻ കൺഫർമേഷൻ നടത്തിയിട്ട് വേണ്ടാത്ത ഓപ്ഷൻസ് എല്ലാം ഡിലീറ്റ് ചെയ്യാം. രണ്ടാമത്തത് മതി, ഇനി എന്നെ പരിഗണിക്കേണ്ട എന്നുണ്ടെങ്കിൽ ലോഗിൻ ചെയ്തിട്ട് എല്ലാ ഓപ്ഷനും ഡിലീറ്റ് ചെയ്യാം. അല്ലെ 1 2 എണ്ണമായിട്ട് നിലനിർത്താം. അല്ലെ അതിൻ്റെ പ്രയോറിറ്റി ചേഞ്ച് ചെയ്യാം. അപ്പോൾ രണ്ടാം ഘട്ടത്തിൽ എന്തൊക്കെ ചെയ്തോ അതുപോലെ തന്നെ മൂന്നാം ഘട്ടത്തിൽ അനുവദിക്കുകയുള്ളൂ. പുതിയതായിട്ടുള്ള ഓപ്ഷൻസ് ഒന്നും വെക്കാൻ അനുവദിക്കുകയില്ല. കിട്ടിയ സീറ്റിനേക്കാളും താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്ത് സൈറ്റിൽ കയറി ഇതൊക്കെ ചെയ്യാവുള്ളൂ. ഓപ്ഷൻ സൈറ്റിൽ കയറിയാൽ തന്നെ വേണ്ടത് മാത്രമേ നിലനിർത്താവുള്ളൂ. വേണ്ടാത്തതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് സേവ് ചെയ്തേക്കണമെന്ന് മാത്രം. കേരളത്തിൻ്റെ മൂന്നാം ഘട്ടം കൊണ്ട് കേരളത്തിൽ നിലവിൽ അഡ്മിഷൻ കിട്ടിയവരുടെ എല്ലാ സാധ്യതകളും തീരും. സെൽഫ് ഫിനാൻസിങ് MBBS ആണെങ്കിലും ഗവൺമെൻറ് MBBS ആണെങ്കിലും മൂന്നാം ഘട്ടം അവസാനിക്കുന്നതോടുകൂടി ഏതാണ്ട് ഒക്ടോബർ 25 കേരളത്തിൻ്റെ മൂന്നാം ഘട്ടം അവസാനിക്കും. അവരെല്ലാം അവിടെ തന്നെ 5.5 വർഷം പഠിക്കും. ഗവൺമെൻറ് മേഖലയിൽ ഒരു 5 6 വേക്കൻസികൾ, സെൽഫ് ഫിനാൻസിങ് മേഖലയിൽ ഒരു 10 20 വേക്കൻസികളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. സ്ട്രേ വേക്കൻസിയിൽ ആ വേക്കൻസിക്ക് വേണ്ടിയിട്ടായിട്ട് വീണ്ടും ഒരു അലോട്ട്മെൻറ്റിലും പങ്കെടുക്കാത്തവർ, ഓൾ ഇന്ത്യയിലും കേരളയിലും ഒരു അലോട്ട്മെൻറ്റും കിട്ടാത്തവർക്ക് കേരളത്തിൻ്റെ സ്ട്രേയിൽ പങ്കെടുപ്പിക്കുകയും ചെയ്യും. സർ, നീറ്റിനെ സമീപിച്ചത് നമ്മുടെ ഒരു മെഡിക്കൽ സീറ്റ് കരസ്ഥമാക്കണമെന്ന് ഉറച്ച ആത്മവിശ്വാസം സമീപിച്ച വിദ്യാർത്ഥികൾ, ഏതെങ്കിലും ഒരു മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സ് ആയിരുന്നു താല്പര്യം. അതെ, അതുപോലെ തന്നെ മറ്റ് മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ, സാർ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ മറ്റ് മെഡിക്കൽ അലൈഡ് കോഴ്സുകളെ കുറിച്ച് ഒരുപാട് അറിയാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, നമ്മുടെ പ്രേക്ഷകരുമാണ്. അപ്പോൾ സാർ, ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് രണ്ടാം ഘട്ട മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ ഇതിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് എന്താണ് പറയുന്നത്? ഈ ഒക്ടോബർ 2 വരെയാണ് നമുക്ക് മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ രണ്ടാം ഘട്ടത്തിൽ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യാവുന്നത്. അവർ നമ്മൾ മുമ്പ് പറഞ്ഞിരിക്കുന്ന ഒരുപക്ഷെ ശ്രദ്ധിച്ച് കാണും. അവർ പല കോളേജുകളിൽ നിൽക്കുന്നവരായിരിക്കും. അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം, ഹോമിയോയിലൊക്കെ നിൽക്കുന്നവരായിരിക്കും. നിങ്ങൾക്ക് ഒരു പുതിയ കോളേജും കോഴ്സും ഇപ്പോൾ ഈ രണ്ടാം ഘട്ടത്തിൽ ആഡ് ചെയ്യാനാവില്ല. ഒരു സീറ്റ് നിലനിൽക്കുന്നവർ ആ സീറ്റ് അവിടെ കാണിക്കും. ആ സീറ്റിനേക്കാളും മുകളിലുള്ള ഓപ്ഷൻസും കാണിച്ചു തരും. ആ ഓപ്ഷൻസിനെ വേണേൽ റീഅറേഞ്ച് ചെയ്യാം, എല്ലാം ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാം നിലനിർത്താം. ഇപ്പോൾ ഒരു അഗ്രികൾച്ചർ ഒരു കോളേജ് നിൽക്കുകയാണെങ്കിൽ അതിന് മുകളിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ അതിലെല്ലാം നിങ്ങളെ പരിഗണിക്കണമെങ്കിൽ
ആദ്യം നമ്മൾ സെൻഡ് SMS OTP അടിക്കുന്നു, ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് ക്ലിക്ക് ചെയ്യുന്നു, ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സുകൾ കാണാം, നിങ്ങൾക്ക് കിട്ടിയ സീറ്റ് കാണാം. ആ സീറ്റിനേക്കാളും മുകളിലുള്ളതെല്ലാം നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ളതാണോ നോക്കുക. ആണെങ്കിൽ എല്ലാം നിലനിർത്തുക, അല്ല ഏതെങ്കിലും ഒഴിവാക്കേണ്ടതുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യുക, എന്നിട്ട് സേവ് ചെയ്യുക, പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. ഇനി നമുക്ക് ഒരു അലോട്ട്മെൻറ്റും മെഡിക്കൽ അലൈഡ് കിട്ടിയിട്ടില്ല, അവരും നിർബന്ധമായിട്ട് ഇപ്പോൾ സൈറ്റിൽ കയറണം. അവർക്ക് പല റാങ്കുകളുണ്ടായിരുന്നു, 4000, 5000, 10000, 20000 ഒക്കെ റാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ മെഡിക്കലിൻ്റെ ഈ 11 പ്രോഗ്രാമുകളിൽ എവിടെയെങ്കിലും ഒരു അഡ്മിഷൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കും ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യാം. ആദ്യഘട്ടത്തിൽ കൊടുത്തിരുന്നെങ്കിൽ ആദ്യഘട്ടത്തിൽ ഈ അഗ്രികൾച്ചറിനോ വെറ്റിനറിക്കോ ആയുർവേദത്തിനോ ഹോമിയോയ്ക്കോ കൊടുക്കുകയും ഒരലോട്ട്മെൻറ്റും കിട്ടാത്തവർക്കും ഇപ്പോൾ ഈ ഒക്ടോബർ 2-ാം തീയതിക്കുള്ളിൽ ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് താല്പര്യമുള്ള കോളേജുകളൊക്കെ റീഅറേഞ്ച് ചെയ്ത് വെക്കാൻ സമ്മതിക്കും. പുതിയതായിട്ടൊരു ഓപ്ഷൻ വെക്കാൻ ഈ ഘട്ടത്തിലും അനുവദിക്കുകയില്ല. ആദ്യഘട്ടത്തിൽ ഏതൊക്കെ കൊടുത്തോ അവയെ നിലനിർത്താൻ മാത്രമേ അനുവദിക്കുകയുള്ളൂ. സർ, ഇപ്പോൾ 2025 എൻട്രൻസ് എക്സാമുകളെ നോക്കി കണ്ടുകൊണ്ട് നമ്മുടെ ബ്രില്യനിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ, ഏറ്റവും കൂടുതൽ നമുക്കറിയാം നീറ്റിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ എല്ലാവരും കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് സാറ് നൽകേണ്ട ഒരു അപബോധനം, ലൈക്ക് ഇപ്പോൾ അവർ JEE എക്സാമിനെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്, അതുപോലെ മറ്റ് എൻട്രൻസ് എക്സാമുകളെയൊക്കെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? തീർച്ചയായിട്ടും നമുക്ക് 2024 വരെയുള്ള കുട്ടികളുടെ അവരുടെ ഒരു കോൺഫിഡൻസ് ലെവൽ നോക്കിക്കഴിഞ്ഞാൽ പല പരീക്ഷകൾ എഴുതുന്നതാണ് അവരുടെ ഏറ്റവും വലിയൊരു കോൺഫിഡൻസ് ലെവൽ കൂട്ടുന്നതായിട്ട് കണ്ടിരിക്കുന്നത്. അപ്പം 2025 മെയ് 4-ാം തീയതി നീറ്റ് ഫോക്കസ് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നതെന്നിരിക്കട്ടെ, അവർക്ക് അവരുടെ മുമ്പിൽ 2 എക്സാം ഏറ്റവും പ്രധാനപ്പെട്ട ഓൾ ഇന്ത്യ ലെവലുള്ളത് അവരുടെ മുമ്പിൽ വരും. ഒന്ന് 2025 ജനുവരിയിൽ തന്നെ JEE മെയിൻ ആദ്യ സെഷൻ വരും. 2025 ഏപ്രിൽ ആദ്യത്തെ ആഴ്ച JEE മെയിൻ 2ാമത്തെ സെഷൻ വരും. നടത്തുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തന്നെയാണ്. +1 +2 ഫിസിക്സ് കെമിസ്ട്രി തന്നെയാണ് അതിനകത്ത് വരുന്ന ടോപ്പിക്ക്. മാത്തമാറ്റിക്സിൻ്റെ ഒരു അഡീഷണൽ ആയിട്ട് ഒരു വേണമെങ്കിൽ ചെയ്യാം. ഇനി മാത്തമാറ്റിക്സ് ചെയ്യുന്നില്ല, JEE അത്ര ഫോക്കസ് ചെയ്യുന്നില്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാതിരിക്കാം. കാരണം മാത്തമാറ്റിക്സ് അറ്റൻഡ് ചെയ്തില്ലെങ്കിലും ഫിസിക്സ് കെമിസ്ട്രിയുടെ പേഴ്സൻറ്റേജ് അനുസരിച്ച് നമുക്ക് JEEയുടെ റാങ്ക് പരിഗണിക്കും. ഇനി JEEയുടെ ഒന്നും ഫോക്കസ് ചെയ്യുന്നില്ലെങ്കിൽ പോലും ആ പരീക്ഷകൾ എഴുതുന്നത് ഒത്തിരി നല്ലതാണ്. 2-3 കാര്യങ്ങൾ. ഒന്ന്, ഓൺലൈൻ ആപ്ലിക്കേഷൻ എങ്ങനെ പരിചയപ്പെടാം, JEEക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതിൻ്റെ ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, അതിൻ്റെ റിസർവേഷൻ ആർക്കൊക്കെയാണ് കിട്ടുന്നത്, അതിന് ആധാർ കാർഡിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതൊക്കെ. അപ്പോൾ ആപ്ലിക്കേഷനെ നമുക്കൊന്ന് പരിചയപ്പെടാം. രണ്ടാമത്, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സാം അറ്റ്മോസ്ഫിയർ, ഒരു നാഷണൽ ലെവലിലെ എക്സാമിൻ്റെ അറ്റ്മോസ്ഫിയർ ഏറ്റവും അധികം രീതിയിൽ അവർക്ക് പ്രയോജനപ്പെടും. അതിന് JEEയുടെ 2 സെഷനും എഴുതുന്നത് ഏറ്റവും നല്ലതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം നമ്മൾ ഏറ്റവും കണ്ടൊരു പ്രത്യേകത, മാത്തമാറ്റിക്സ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ പോലും ഫിസിക്സ് കെമിസ്ട്രിയിൽ ഇത്രയും ടാലൻ്റായിട്ട് നമ്മുടെ അവിടെ ഇത്രയും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് ഇത്രയും പരീക്ഷ എഴുതിയവർക്ക് 98-ഉം 99% സ്കോർ കിട്ടിയിട്ടുണ്ട്. അവർക്കും ഒരു NIT അഡ്മിഷനോ ഒരു IIIT അഡ്മിഷനോ വലിയ പാടുണ്ടാവില്ല. 2025 സംബന്ധിച്ചോളം കൂടുതൽ സാധ്യതകൾ സൃഷ്ടിച്ചെടുക്കുക. അതുകൊണ്ട് JEEക്ക് 2 സെഷനും, ജനുവരിയിലെ സെഷനും ഏപ്രിലെ സെഷനും മെഡിക്കൽ ആസ്പിറൻസ് എഴുതുന്നത് ഏറ്റവും നല്ലത് തന്നെയാണ്. ബാക്കി എക്സാമുകൾ മെയ് 4-ന് ശേഷമാണ് കൂടുതൽ എക്സാമുകളും വരുന്നത്. ഇപ്പം ICER എക്സാം, റിസർച്ച് മേഖലകൾ താല്പര്യമുണ്ടെങ്കിൽ ICERന് അപ്ലൈ ചെയ്യാം. അതൊക്കെ 2025 ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ആപ്ലിക്കേഷൻ. പരീക്ഷ ജൂൺ മാസത്തിലാണ്. അത് എഴുതുന്നത് നല്ലതാണ്. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം, അത് നിർബന്ധമായിട്ടും എല്ലാ മെഡിക്കൽ ആസ്പിറൻസും ഞാൻ പറയുന്നത് എഴുതണം എന്നാണ് പറയുന്നത്. അത് 2025 ബോർഡ് എക്സാം കഴിയാൻ പോകുന്നവരാണെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നവരാണെങ്കിലും എല്ലാ മെഡിക്കൽ ആസ്പിറൻസും നിർബന്ധമായിട്ട് മെയ് 4-ൻ്റെ നീറ്റിന് ശേഷം എഴുതേണ്ട ഒരു പരീക്ഷയാണ് CUET, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം. 250ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ ധാരാളം ആയിരക്കണക്കിന് ഡിഗ്രി പ്രോഗ്രാമുകളാണ് അവർക്ക് പ്രവേശനത്തിനായിട്ട് കിട്ടുന്നത്. അപ്പം നീറ്റിൻ്റെ ഈ എന്തെങ്കിലും ഒരു അനിശ്ചിതാവസ്ഥ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു അൺസർട്ടനിറ്റി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ പൈസ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ ധാരാളം സാധ്യതകൾ ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ട് CUET പ്രത്യേകിച്ച് കൂടുതലൊന്നും പരിശീലിക്കേണ്ട. ഇപ്പോൾ പഠിക്കുന്ന ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്രം പഠിച്ചാൽ മതിയാകും CUETയിലെ ഒരു നല്ലൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം കിട്ടുന്നതിന്. അപ്പം CUET നല്ലൊരു സാധ്യതയാണ്. എയിംസ് BSc നഴ്സിങ്ങിനായിട്ട് പരീക്ഷയുണ്ട് സ്വന്തമായിട്ട്. ആ പരീക്ഷ എഴുതുന്നത് നല്ലതാണ്. പിന്നെ ഈ CUETയുടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി വെച്ച് തന്നെയാണ് ICARൻ്റെ അഡ്മിഷൻ മുഴുവൻ നടക്കുന്നത്. അപ്പം ധാരാളം സാധ്യതകൾ 2025 സൃഷ്ടിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയണം.
2024 മെഡിക്കൽ ആസ്പിറൻസ് എന്നുള്ളത് നമുക്കറിയാം. മെയ് 5 പരീക്ഷ കഴിഞ്ഞു, ജൂൺ 4 റിസൾട്ട് വന്നു. അതിനുശേഷം ജൂലൈ 27 വരെ 3ാം ഘട്ട റിസൾട്ട് വരുന്നതിന് വരെ അവർ കടന്നുപോയൊരു അനുഭവിച്ച ഒരു ടെൻഷൻ എന്ന് പറയുന്നത് ഒരു പരിധിവരെയെങ്കിലും നമുക്ക് കുറയ്ക്കാൻ ഈ പറഞ്ഞ പല 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 സാധ്യതകൾ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും. മെഡിക്കലിന് തന്നെ പോയാൽ മതി, പക്ഷേ നമ്മളുടെ മുമ്പിൽ പല സാധ്യതകളുണ്ടെങ്കിൽ നമുക്കതനുസരിച്ചൊക്കെ അഡ്മിഷൻ എടുത്ത് നിൽക്കാം. എന്നിട്ട് പിന്നെ ഇത് കിട്ടുമ്പോൾ നമുക്ക് മാറിയാൽ മതിയല്ലോ. അതുകൊണ്ട് 2025 എല്ലാവരും ധാരാളം പ്രവേശന പരീക്ഷകൾ എഴുതുന്നത് ഏറ്റവും നല്ലത് തന്നെയാണ്. അതിൻ്റെ എല്ലാ മാർഗ്ഗങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കും. പേരൻസും കൂടെ ശ്രദ്ധിച്ച് എല്ലാം തന്നെ അറ്റൻഡ് ചെയ്യാൻ കുട്ടികളോട് ശ്രമിക്കുന്നത് നല്ലത് തന്നെയാണ്. സാർ ഇപ്പോൾ പരാമർശിക്കുകയുണ്ടായി എല്ലാ പ്രവേശന പരീക്ഷകൾക്കും അപ്ലൈ ചെയ്തിരിക്കുന്നത് അവരുടെ കോൺഫിഡൻസ് ലെവലിനെ വർദ്ധിപ്പിക്കും. 100% അങ്ങനെ കണ്ടിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തവണ ജനുവരി സെഷനും ഏപ്രിൽ സെഷൻ്റെയും ഫിസിക്സും കെമിസ്ട്രിയും ഒരു നോർമൽ ഇതാണ്, ഒരു ഈസി ടു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യനാണ് വന്നത്. അതുകൊണ്ട് നമ്മുടെ മെഡിക്കൽ എഴുതിയ കുട്ടികൾക്കെല്ലാം വളരെ കോൺഫിഡൻ്റ് ആണ്. അതായത് ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇപ്പോൾ ഒരു 95% സ്കോർ കിട്ടിയായിരുന്നു. ഇത്തവണ ഒരു നീറ്റിനൊരു 670 അല്ലെങ്കിൽ ഒരു 700 കിട്ടിയ ആളെ സംബന്ധിച്ചുള്ള ഒരു 98 അല്ലെങ്കിൽ 99% കിട്ടിയവരാണ് എല്ലാവരും. അപ്പോൾ NIT ഒരു സീറ്റ് ഉറപ്പായില്ലേ? പിന്നെ ബാക്കി നോക്കിയാൽ മതിയല്ലോ നമുക്ക്. സാർ ഇപ്പോൾ ഞാൻ ചോദിക്കാൻ ആഗ്രഹിച്ച് നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട ഒരു സമയം വരികയാണ് അല്ലേ? നവംബർ മാസത്തോടു കൂടിയിട്ടാണ് ജെഇയുടെ ആപ്ലിക്കേഷൻ വിളിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കരുതി വെക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ഇപ്പോൾ നമുക്കൊരു റിസർവേഷൻ്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് നമ്മൾ നേരത്തെ കരുതി വെക്കേണ്ടതായിട്ടുണ്ടോ? എന്താണ് നമുക്ക് ഇപ്പം ജെഇ ആണെങ്കിലും നീറ്റ് ആണെങ്കിലും നമുക്ക് ഒരു റിസർവേഷനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് OBC നോൺ ക്രിമിലെയറിന് 27% സംവരണമാണ് നാഷണൽ ലെവലിൽ ലഭിക്കുന്നത്. അപ്പോൾ നമ്മുടെ കാൻഡിഡേറ്റ് OBC വിഭാഗത്തിലുള്ളതാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈഴവ, മുസ്ലിം, ലാറ്റിൻ കാത്തലിക്സ്, വിശ്വകർമ്മ, ബാക്ക്വേർഡ് ഹിന്ദു, അങ്ങനെ ഏത് വിഭാഗത്തിലും നാഷണൽ ലെവലാവുമ്പം അവരെ ഒരുമിച്ച് OBC എന്നാണ് പറയുന്നത്. ആ OBC കിട്ടണമെങ്കിൽ എന്താണ് വേണ്ടത്? തഹസീൽദാരിൽ നിന്നുള്ള നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് കിട്ടുന്നവരെയാണ് OBC സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈഴവയായിരിക്കാം, ഞാൻ മുസ്ലിം ആയിരിക്കാം, ഞാൻ വിശ്വകർമ്മയായിരിക്കാം. എനിക്ക് ആ റിസർവേഷൻ കിട്ടണമെന്ന് എങ്ങനെയാണ് എനിക്ക് റിസർവേഷൻ കിട്ടുന്നത്? തഹസീൽദാരിൽ നിന്നും നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് കിട്ടുന്നവരാണ് OBC ആയിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്താണ് ഗുണം? അവരെ ജനറലായിട്ട് 50% പരിഗണിക്കും, 27% OBC ആയിട്ടും പരിഗണിക്കും. അപ്പം അവർ നേടേണ്ട സർട്ടിഫിക്കറ്റ് എന്താണ്? തഹസീൽദാരിൽ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റാണ്. അതിന് നമുക്ക് അതിൻ്റെ നിയമം എന്താണെന്നൊക്കെ ഉള്ളത് മറ്റൊരു എപ്പിസോഡിൽ പരാമർശിക്കാം. അപ്പം തഹസീൽദാരിൽ നിന്ന് നോൺ ക്രിമിലെയർ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അറിഞ്ഞിട്ട് വേണം ജെഇക്കാണെങ്കിലും നീറ്റിനാണെങ്കിലും അപ്ലൈ ചെയ്യാൻ. ഇപ്പോഴേ ഒരു സർട്ടിഫിക്കറ്റും എടുത്തു വെക്കേണ്ടതില്ല. ജെഇക്കാണെങ്കിൽ 2025 ഏപ്രിൽ 1 ശേഷമുള്ള സർട്ടിഫിക്കറ്റ് മാത്രമേ വാലിഡ് ഉള്ളൂ. നീറ്റിന് അങ്ങനെയില്ല, 1 വർഷത്തെ സർട്ടിഫിക്കറ്റ് ആയാൽ മതി. എന്നാലും 2025 ജനുവരിയിലോ ഫെബ്രുവരിയിലോ ഒക്കെ എടുക്കുന്നത് നല്ലത്. ഇല്ലെങ്കിൽ പരീക്ഷ കഴിഞ്ഞിട്ടാണെങ്കിലും എടുത്താൽ മതിയാകും. ഇപ്പോഴേ ഒരു സർട്ടിഫിക്കറ്റും എടുത്തു വെക്കണ്ട. പക്ഷേ അപ്ലൈ ചെയ്യാൻ ഇതാണോ ഇല്ലയോ എന്ന് അറിഞ്ഞു വെക്കുകയും ചെയ്യണം. കാരണം പിന്നീട് ഒരിക്കലും കാറ്റഗറി കൊടുക്കാനൊരു അവസരം ഉണ്ടാവുകയില്ല. അതായത് ഞാനിപ്പോൾ OBC ആണ്, പക്ഷേ ഞാൻ തഹസീൽദാരോട് ചോദിച്ചൊന്നുമില്ല. എൻ്റെ അബദ്ധ ധാരണ കൊണ്ട് എനിക്കിത് കിട്ടുകയില്ലെന്നാണ് വിചാരിച്ചിരുന്നത്. ഞാൻ ഈഴവയാണെങ്കിലും മുസ്ലിം ആണെങ്കിലും അറിയാതെ ഞാൻ ജനറൽ എന്ന് വെച്ചാണ് ജെഇ ചെയ്തത് അല്ലെങ്കിൽ നീറ്റ് ചെയ്തത്. പിന്നീട് മാർച്ച് കഴിഞ്ഞു ഏപ്രിൽ മാസത്തിലൊക്കെ ആയപ്പോഴാണ് പറഞ്ഞത് എനിക്കിത് കിട്ടുമായിരുന്നു. പിന്നീട് ഒരിക്കലും കാറ്റഗറി ചേഞ്ച് ചെയ്യാൻ അനുവദിക്കുകയില്ല. അതുകൊണ്ട് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇതിന് അർഹതയുണ്ടോ ഇല്ലയോ എന്ന് നിർബന്ധമായും അറിഞ്ഞു വെക്കണം. EWS റിസർവേഷൻ 10% റിസർവേഷനാണ് EWSന് കിട്ടുന്നത്. നാഷണൽ ലെവലിൽ ജെഇക്കാണെങ്കിലും നീറ്റിനാണെങ്കിലും EWS കിട്ടുന്നതിന് തഹസീൽദാരുടെ EWS ആണ് വേണ്ടത്. അതിൻ്റെ നിയമം നമ്മുടെ എപ്പിസോഡുകളിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. അടുത്ത എപ്പിസോഡുകളിൽ നമ്മൾ അതിൻ്റെ നിയമങ്ങൾ പറയും. ഇതിനല്ല ഇപ്പോൾ OBCയുടെ കാര്യം പറഞ്ഞു, EWSന് അത് നാഷണൽ ലെവലാണ് പറഞ്ഞത്. ഇതിന് തന്നെ സ്റ്റേറ്റ് ലെവലും ഉണ്ട്, കേരളത്തിലുള്ളതുണ്ട്. അതിന് വേറൊരു നിയമമാണ്. അത് നമ്മൾ വഴിയെ നമ്മൾ പറയുന്നുണ്ട്. അപ്പം അപ്ലൈ ചെയ്യുമ്പോൾ ഇതിന് അർഹതയുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെയുള്ള റിസർവേഷൻ SC വിഭാഗം, ST വിഭാഗം. അപ്പം 4 റിസർവേഷനുകളാണ് പ്രധാനമായിട്ടും കമ്മ്യൂണിറ്റി ബേസിൽ മെയിൻ എൻട്രൻസ് എക്സാമുകൾക്ക് നാഷണൽ ലെവലുള്ളത്. OBC 27%, തഹസീൽദാരെന്നുള്ള നോൺ ക്രിമിലെയർ, EWS 10%, തഹസീൽദാരെന്നുള്ള EWS സർട്ടിഫിക്കറ്റ്, SC വിഭാഗം, ST വിഭാഗം, തഹസീൽദാരെന്നുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്. പിന്നെയുള്ളൊരു വിഭാഗം PWD വിഭാഗം, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി. നമ്മളുടെ ഡിസേബിൾഡ് പേഴ്സൺ ആണെങ്കിൽ 40% മുകളിൽ നമ്മൾ ഡിസേബിൾഡ് പേഴ്സൺ ആണെങ്കിൽ
PWD വിഭാഗത്തിലും നമ്മളെ പരിഗണിക്കും. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ PWD എന്ന് കൊടുക്കുകയും ചെയ്യണം. അതിനും ഇപ്പോൾ സർട്ടിഫിക്കറ്റ് ഒന്നും മേടിക്കേണ്ടതില്ല. പക്ഷേ നമ്മളത് കൊടുത്താൽ മാത്രമേ നമുക്ക് അഡ്മിഷൻ സമയമാകുമ്പോൾ അതിൻ്റെ പ്രയോജനം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ സംസാരിക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ശിവൻ സാറിനൊപ്പത്തിൽ ശിവൻ സാർ വളരെ വ്യക്തമായിട്ട് പങ്കുവെച്ചു മൂന്നാമത്തെ അലോട്ട്മെൻറ്റിനെ നമ്മൾ എത്രമാത്രം കരുതലോട് കൂടിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അതിൽ പുതിയ അപ്ഡേഷൻസ് വന്ന കാര്യങ്ങൾ വരുന്ന മുൻ വർഷങ്ങളിലേക്കാളും പുതിയ അപ്ഡേഷൻസ് വന്ന കാര്യങ്ങൾ വരെ ശിവൻ സാർ വളരെ വ്യക്തമായി പറഞ്ഞു. അത് എങ്ങനെയാണ് ഏറ്റവും ക്ലിയർ ആയിട്ട് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഈ പ്രോഗ്രാം കണ്ട് എല്ലാ പ്രേക്ഷകരും മനസ്സിലാക്കണം. പിന്നെ ഒരു കാര്യം കൂടി ഞാനിവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ശിവൻ സാർ ഈ എപ്പിസോഡിൽ പങ്കുവെച്ചൊരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഓൾ ഇന്ത്യ തലത്തിൽ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിലൂടെ ഈ വർഷം മലയാളികൾ എല്ലാവരും തന്നെ, അല്ലെങ്കിൽ മലയാളികൾ ഭൂരിഭാഗം പേരും അഡ്മിഷൻ എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചു. അതിന് ഏറ്റവും മുൻപന്തിയിൽ നിന്ന് ഈ വർഷത്തെ റിസൾട്ട് വന്നപ്പോൾ അതിന് ഏറ്റവും മുൻപന്തിയിൽ നിന്ന് സംസാരിച്ച ഒരാളാണ് ശിവൻ സാർ. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടതാണ്. 10,000-കണക്കിൽ അധികം വിദ്യാർത്ഥികൾ ഷെയർ ചെയ്ത ഒരു ചെറിയൊരു റീല്, അത് ശിവൻ സാർ പങ്കുവെച്ച ഒരു കാര്യമായിരുന്നു. അതായത് ഏറ്റവും അധികം വിദ്യാർത്ഥികൾ ഈ വർഷം സാഹോദര്യ തുല്യം കരുതലോടെ നിങ്ങൾ ചെയ്യേണ്ടത് മറ്റൊരു കേരളത്തിലുള്ള മറ്റൊരു കുട്ടിക്ക് MBBS സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിലൂടെ കേരളത്തിലൊരു MBBS സീറ്റ് നിങ്ങൾ കരസ്ഥമാക്കുക എന്നുള്ളത്. ആ പറഞ്ഞതിനെ ഏറ്റെടുത്തു കേരളത്തിലെ വിദ്യാർത്ഥികൾ എന്ന് തന്നെ പറയണം. അതിനെ അന്വർത്ഥമാക്കും വിധമാണ് ശിവൻ സാർ നേരത്തെ അതിൻ്റെ റിസൾട്ട് എത്രത്തോളമാണെന്നുള്ളത് നമ്മളോട് പങ്കുവെച്ചത്. അപ്പോൾ എല്ലാവരോടും നമുക്കൊരു നന്ദിയും കൂടെ ഉണ്ടല്ലോ സാർ. അപ്പോൾ ഇത്തരത്തിലുള്ള ശിവൻ സാറിനൊപ്പം പോലുള്ള പ്രോഗ്രാമിലൂടെ, അല്ലെങ്കിൽ ശിവൻ സാറിൻ്റെ ലൈവിലൂടെ, അതുപോലെ നമ്മുടെ 720 ഔട്ട് ഓഫ് 720 എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ എല്ലാം ശിവൻ സാർ പങ്കുവെക്കുന്നത് വരുന്ന വർഷത്തെ നീറ്റിനെ നിങ്ങൾ എത്ര കരുതലോടുകൂടി വേണം സമീപിക്കാൻ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ അതെല്ലാം ഏറ്റവും ആദ്യം തൊട്ട് അവസാനം വരെ പൂർണ്ണമായും കേട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാവണം നീറ്റ് 2025 നിങ്ങളെ സമീപിക്കേണ്ടത്. ലോകമെമ്പാടും ഇരുന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.